ഒത്തിരി വാർത്തകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്ന് പത്രങ്ങളൊക്കെ എങ്ങനെയാണ് ഓരോ വാർത്തകളെയും കൈകാര്യം ചെയ്തിരിക്കുന്നത്, എങ്ങനെ ഏതെങ്കിലുമൊക്കെ വാർത്തകൾ വിട്ടുപോയിട്ടുണ്ടോ, നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെയാണോ പല വാർത്തകളും പത്രങ്ങളിൽ വന്നിരിക്കുന്നത് തുടങ്ങിയുള്ള വിശദമായ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും ശ്രീജിത്ത് ബാലകൃഷ്ണൻ. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. നമുക്കെങ്കിൽ നോക്കാം അല്ലേ പത്രവാർത്തകൾ? തീർച്ചയായും. കെനിയയിലേക്ക് വിനോദയാത്ര പോയ 5 മലയാളികൾ അവർ വാഹനാപകടത്തിൽ മരിച്ച വാർത്തയാണ് ഒരുപക്ഷെ പത്രങ്ങളിലെല്ലാം പ്രധാനമായിട്ടുള്ള ഒന്നാം പേജിലുള്ളൊരു വാർത്ത. കാരണം 5 മലയാളികൾ കെനിയയിൽ മരിക്കുന്നു എന്നുള്ളത് വലിയ വാർത്ത തന്നെയാണ്. ഒപ്പം തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ ഗ്രൂപ്പ് കമാൻഡർ ശുഭാംശു ശുക്ലയും സംഘവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കുന്നത് എന്നതടക്കം ഒരു പിടി വാർത്തകളുണ്ട് പത്രങ്ങളുടെ ഒന്നാം പേജിൽ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് നമുക്കറിയാവുന്ന പോലെ തന്നെ കപ്പലിലെ തീപിടുത്തം. ഇന്നും അതുതന്നെയാണ് പ്രധാന വാർത്ത. മനോരമയും മാതൃഭൂമിയും ഒക്കെ എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ നിറയുന്നത് ആ വാർത്ത കൊണ്ടാണ്. തലക്കെട്ടുകൾ പോലും വലിയ രൂപത്തിൽ ഒരുപക്ഷെ ഭീതിജനകമായ തലക്കെട്ടുകളാണ്. തീക്കപ്പൽ ചരിയുന്നു എന്നാണ് മനോരമ ഒന്നാം പേജിൽ വാർത്തയായി നൽകുന്നത്, അല്ലെങ്കിൽ തലക്കെട്ടായി നൽകുന്നത്. അതുമാത്രമല്ല, ആശങ്ക അകലുന്നു എന്ന് മാതൃഭൂമി പറയുമ്പോൾ ഒരുപക്ഷെ ഈ രണ്ട് പത്രവും വായിക്കുന്നവർക്ക് ഒരുപക്ഷെ ആ വാർത്തയുടെ പ്രാധാന്യവും ആശങ്ക അകലുന്നു എന്നുള്ളത് ആശ്വാസവും ലഭിക്കുന്നതാണ്. രണ്ട് പത്രവും അങ്ങനെ നോക്കിയാൽ മറ്റ് പത്രങ്ങൾ കൂടി നോക്കുമ്പോൾ ഒരുപക്ഷെ കുറച്ചൊക്കെ ഒരു ആശ്വാസം ലഭിക്കുന്നതാണ്. പക്ഷേ ഇത് കടലിൽ കിടക്കുന്നു എന്നുള്ളത് ഇപ്പോഴും ആശങ്കയുള്ള കാര്യമാണ്. തീക്കപ്പൽ ചരിയുന്നു എന്ന് മനോരമ പറയുന്നു. രക്ഷാപ്രവർത്തനം തിരിച്ചടിയാകുന്നത് നമ്മൾ ഇന്നലെയും പറഞ്ഞതുപോലെ തന്നെ കണ്ടെയ്നറുകൾ വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വലിയ ദുഷ്കരമാണ്. ഇന്ധന ടാങ്കുകൾ ഉള്ളിൽ, ഈ കപ്പലിനുള്ളിൽ ഇന്ധന ടാങ്ക് ഉണ്ട്. അത് നമുക്കറിയാം, ഒരു കപ്പലിൻ്റെ ഇന്ധന ടാങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് തീ എത്തി അതും കൂടി പൊട്ടിത്തെറിക്കുമോ എന്ന ആശങ്കയെ മനോരമ പങ്കുവെക്കുന്നുണ്ട്. വീണ്ടും പൊട്ടിത്തെറിക്കുന്നു എന്നുള്ളതാണ് മാതൃഭൂമി പറയുന്നത്. പക്ഷേ കേരളത്തെ ബാധിച്ചേക്കില്ല എന്നുകൂടി പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. മാതൃഭൂമിയുടെ വാർത്ത വായിക്കുമ്പോൾ വലിയ ആശ്വാസമുണ്ട് തോന്നുമ്പോൾ. 4 പേരെ ഇനിയും, അതായത് 22 പേരാണ് ഉണ്ടായിരുന്നത്, അതിൽ 18 പേരെ തിരിച്ചെത്തിച്ചു. 4 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട്. ഇത് ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ അന്വേഷിക്കും ഈ വിഷയം. അതായത് കേരളത്തിൻ്റെ കയ്യിലുള്ളതല്ലാതെ നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞ കാരണം കപ്പലാണ്, അന്താരാഷ്ട്ര കപ്പൽശാലയിലൂടെ കടന്നു പോകുന്നതാണ്, മറ്റ് ഒരുപാട് അന്താരാഷ്ട്ര വിഷയങ്ങളുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ അന്വേഷിക്കുമെന്നാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാതൃഭൂമി ഒന്നാം പേജിൽ പങ്കുവെക്കുന്നത്. മാത്രമല്ല ഉൾപേജിലേക്ക് പോയാൽ വളരെ വിശദമായി മനോരമ 10-ാം പേജും 11-ാം പേജും നിറയെ കഴിഞ്ഞ ദിവസങ്ങളും കപ്പലിലേക്ക് മാറ്റിവെക്കുന്നു. ഇന്നും ആദിത്തിര ഭയതീരം എന്നാണ് മനോരമ ഒട്ടും ഭയം കുറയ്ക്കുന്നില്ല. ആദിത്തിര ഭയതീരം എന്ന് പറയുമ്പോൾ ആ വാർത്തയുടെ വലിയ പ്രാധാന്യത്തെ മനോരമ ആരൂപത്തിൽ ഉൾക്കൊള്ളുന്നു എന്ന് വേണം കാണാൻ. തകർന്ന കപ്പലിലെ അവശിഷ്ടങ്ങൾ ഒഴുകിയെത്താനുള്ള സാധ്യത അഴീക്കൽ തുറമുഖം മുതൽ കൊച്ചി വരെയാണെന്ന് ഗ്രാഫിക്കൽ വിഷ്വലൈസേഷൻ കൂടി കാണിക്കുന്നുണ്ട് മനോരമ. എന്തായാലും ഞാൻ എല്ലാ പത്രങ്ങളിലേക്കും വിശദമായി പോകുന്നില്ല. എല്ലാ പത്രങ്ങളെയും പ്രധാനപ്പെട്ട വാർത്ത തന്നെ ഇത് തന്നെയാണ് എന്ന് വേണം കണക്കാക്കാൻ. മറ്റൊന്ന് പ്രധാനമായി കാണേണ്ടത് നിലമ്പൂരാണ്. നിലമ്പൂരിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം വലിയ രാഷ്ട്രീയ വിവാദങ്ങളുണ്ട്. ഒരുപക്ഷെ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയും PDPയും ഹിന്ദു മഹാസഭയും ഒക്കെ വലിയ രൂപത്തിൽ ചർച്ചയാകുമ്പോൾ പത്രങ്ങൾ മറന്നുപോയത് കഴിഞ്ഞ ദിവസം പന്നിക്കണിയിൽ വീണ് മരിച്ച ഒരു വിദ്യാർത്ഥിയുടെ വാർത്തയായിരുന്നു. അതിൻ്റെ പുറത്തായിരുന്നു എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തല്ലുകൂടിയത്. പക്ഷേ ഇന്നൊന്നും തല്ലുകൂടാൻ ആ കുട്ടിയെ എല്ലാവരും മറന്നുപോയി എന്ന് വേണം കാണാൻ. പത്രങ്ങൾ മറന്നുപോയി. കാരണം അപ്പോഴേക്കും ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും PDPയും ഹിന്ദു മഹാസഭയും ഒക്കെ ഓടി വന്നു. ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തായാലും ആദ്യം മനോരമയിലേക്ക് തന്നെ പോകാം. കാരണം മനോരമ 12-ാം പേജിൽ വലിയ രാഷ്ട്രീയ വാർത്തയായി അതിനെ വിന്യസിച്ചിട്ടുണ്ട് എന്ന് വേണം കാണാൻ. കാരണം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പത്രങ്ങളിൽ വന്നതിനേക്കാൾ വ്യത്യസ്തമായി കൊമ്പ് കോർത്ത് മുന്നണികൾ എന്നുള്ളതാണ്. കാരണം PDP പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമെന്ന് MV ഗോവിന്ദൻ, വെൽഫെയർ പാർട്ടി പിന്തുണ സ്വന്തം നിലയ്ക്കൻ സതീശൻ. ഇന്നലെ ഈ 2 പേരും നടത്തിയ വാർത്താ സമ്മേളനമാണ് പ്രധാന വാർത്തയാക്കിയിട്ടുള്ളത്. PDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒക്കെ പിന്തുണ 2 പേർക്ക് കിട്ടി, അതിനെക്കുറിച്ചാണ്. അതിനിടയിൽ ഹിന്ദു മഹാസഭ കൂടി വരുമ്പോൾ ആ വാർത്ത കുറച്ചും കൂടി വിശദമായി മാതൃഭൂമി നൽകിയിട്ടുണ്ട്. മാതൃഭൂമി 9-ാം പേജിൽ ആ വാർത്ത നന്നായി നൽകിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ നിലപാടുള്ള സംഘടന എന്നാണ് VD സതീശൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ UDF ബന്ധം പ്രത്യാഘാതമുണ്ടാക്കും എന്ന് MV ഗോവിന്ദനും പറയുന്നു. നിലമ്പൂരിൽ ടോപ്പ് സ്പീഡ് എന്നാണ് മാതൃഭൂമി പറയുന്നത്. കാരണം മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധിയും യൂസഫ് പത്താനും ഒക്കെ പ്രചാരണത്തിന് വരുന്നതോടുകൂടി ഈ വിഷയം രാഷ്ട്രീയമായി വലിയ രൂപത്തിലേക്ക് മാറുമെന്ന് പത്രങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വാർത്തകൾ. മാധ്യമം 5-ാം പേജിൽ ഈ വാർത്ത കുറച്ചും കൂടി നന്നായി നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. കാരണം എല്ലാ രാഷ്ട്രീയ വിവാദങ്ങളെയും ഒന്നിച്ച് മാധ്യമം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് ഹിന്ദു മഹാസഭയുടെ വാർത്തയും കൂടി ഉൾപ്പെടുത്തിയാണ് മാധ്യമം വാർത്ത കൊടുക്കുന്നത്. കാരണം മാധ്യമത്തിന് അങ്ങനെ വിവാദങ്ങൾ ഒഴിയാതെ പ്രചരണ രംഗം എന്ന് പറഞ്ഞു പോകാനാണ് താല്പര്യമെന്ന് തോന്നുന്നു. കാരണം അതാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്. പക്ഷേ നേരെ മറിച്ച് ദേശാഭിമാനി ഇതുമായി ബന്ധപ്പെട്ട് 1-ാം പേജിൽ നൽകിയിട്ടുള്ള വാർത്ത ഇതിനെയൊക്കെ കൗണ്ടർ ചെയ്യുന്നതാണ്. കാരണം കൗണ്ടർ ചെയ്തേ നിർവാഹമുള്ളൂ.
UDFിൻ്റെ ഉറപ്പുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് നൽകുക. അതായത് ഈ നിലമ്പൂരിൽ പിന്തുണ ഉറപ്പാക്കിയാൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ ഉറപ്പാക്കിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് നൽകാമെന്നാണ് UDFിൻ്റെ വാഗ്ദാനം എന്നുകൂടിയാണ് ദേശാഭിമാനി ഒരു പടി കൂടി കടന്നാണെന്ന് പറഞ്ഞു വെക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദിയല്ലെന്ന് സതീശൻ പറയുന്നുണ്ട്. അതുമാത്രമല്ല UDF വർഗീയ മുന്നണിയായി എന്നുകൂടി MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ വളരെ വിശദമായി ജമാഅത്തെ ഇസ്ലാമി ചർച്ച നടത്തിയത് 3 തവണയാണ്. അങ്ങനെ വളരെ വിശദമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ മുന്നണിയായി മത്സരിക്കും ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും UDF എന്നാണ് ദേശാഭിമാനിയും പറഞ്ഞു വെക്കുന്നത്. എന്തായാലും നിലമ്പൂർ വലിയ രാഷ്ട്രീയ ചർച്ചയാകുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ വിദ്യാർത്ഥി പന്നിക്കണിയിൽ വീണ് മരിച്ച വാർത്ത ഇപ്പോൾ മുന്നണി രാഷ്ട്രീയത്തിനകത്തെ തർക്കങ്ങൾ വരും ദിവസങ്ങളിൽ എന്താകുമെന്ന് കണ്ടറിയാം. പത്രങ്ങളും അതിനൊപ്പം പിടിക്കുകയാണ്, രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം. അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയം നിർണ്ണയിക്കാൻ പത്രങ്ങൾ കൂടി സഹായിക്കുന്നുണ്ട് എന്ന് വേണം കാണാൻ. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ വലിയ അഭിമാനത്തോടെ പറയുമ്പോൾ പോലും ലേശം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇന്ത്യയുടെ ജനസംഖ്യ 146 കോടിയിലേക്ക് കടന്നു എന്നൊരു കാര്യമാണ് വളരെ വിശദമായി പറയുന്നുണ്ട് മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ. ഒരുപക്ഷെ മനോരമ ആ വാർത്ത, ഇനി നമ്മൾ പറയാൻ പോകുന്ന 1-2 വാർത്തകൾ ചില പത്രങ്ങൾ മനഃപൂർവ്വം തമസ്കരിച്ചു എന്ന് വേണം കാണാൻ. അതിലേക്ക് ഞാൻ വരാം. ഇത് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് മനോരമ ഒരുപക്ഷെ 1-ാം പേജിൽ വലിയ വാർത്തയായി നൽകേണ്ടിയിരുന്നതാണ്, പക്ഷേ നൽകിയിട്ടില്ല എന്ന് വേണം കാണാൻ. അവിടെ തീക്കപ്പലിനെ കുറിച്ചും ഒക്കെ മാത്രമാണ് പറയുന്നത്. നമുക്കൊന്ന് ഓടിപ്പോകാം. ഇന്ത്യയിൽ ജനസംഖ്യ 146 കോടി, പക്ഷേ പ്രത്യുൽപാദന നിരക്ക് കുറഞ്ഞു. ഇത് നമ്മളുടെ കണക്കല്ല, UN-ൻ്റെ കണക്കാണ്. ഇന്ത്യയുടെ ജനസംഖ്യ ഇക്കൊല്ലം 146 കോടി കടക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് ആണ് ഈ കണക്ക് പുറത്തുവിട്ടിട്ടുള്ളത്. അത് വലിയ കണക്കാണിത്. ഒരുപക്ഷെ ചൈനയൊക്കെ മറികടന്ന് ചൈനയിൽ 141 കോടിയാണുള്ളത്, ഇത് 146 കോടിയിലേക്ക് പോകുന്നു. പക്ഷേ അവിടെയും ഇന്ത്യയുടെ പ്രത്യുൽപാദന നിരക്ക് കുറഞ്ഞു എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. മാതൃഭൂമിയും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട പത്രങ്ങളിലെല്ലാം, ഇംഗ്ലീഷ് പത്രങ്ങളിലെല്ലാം 1-ാം പേജ് വാർത്തയാണ്. ഹിന്ദു 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്, എക്സ്പ്രസ്, ഇന്ത്യൻ എക്സ്പ്രസ് 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്, ടൈംസ് ഓഫ് ഇന്ത്യയും 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട് ഈ വാർത്ത. കാരണം അതൊരു വലിയ വാർത്തയാണ്, ആഗോളതലത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തയാണ്. പക്ഷേ മനോരമ ആ വാർത്ത കൊടുത്തിട്ടില്ല എന്ന് വേണം കാണാൻ. അതുമാത്രമല്ല മാധ്യമം ഈ വാർത്ത 5-ാം പേജിൽ നൽകിയിട്ടുണ്ട്. അത് നന്നായി തന്നെയാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ വളരെ വിശദമായി മലയാള പത്രങ്ങളിലേക്ക് പോയാൽ മാതൃഭൂമി, മനോരമയും മാത്രമാണ്, മാതൃഭൂമിയും മാധ്യമവും മാത്രമാണ് ഈ വാർത്ത ആ രൂപത്തിൽ നൽകിയിട്ടുള്ളത്. ഇംഗ്ലീഷ് പത്രങ്ങൾ വലുതായി നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. മറ്റൊന്ന് ഒരു കൗതുകമുള്ള വാർത്തയാണ്. ഒരു പക്ഷേ മാതൃഭൂമിയും കേരള കൗമുദിയും മാത്രമാണ് വളരെ വിശദമായി ഈ വാർത്തയെ നൽകിയിട്ടുള്ളത്. കൗതുകം മാത്രമല്ല, അതിനകത്ത് മറ്റൊരു വശം കൂടിയുണ്ട്. വാർത്ത ഇങ്ങനെയാണ്: പീഡകനെ ഇരകൾ കൊന്നു കത്തിച്ചു. ഞാൻ മാതൃഭൂമിയുടെ വാർത്ത ഒന്നുകൂടി വായിക്കാം. 60-കാരനെ അതിജീവിതകൾ കൊന്നു. ഇത് ഭുവനേശ്വറിലാണ്, ഒഡീഷയിലാണ്. 60-കാരനെ അതിജീവിതകൾ കൊന്നു എന്നുള്ളതാണ്. ലൈംഗിക അതിക്രമം നടത്തി. ഈ 8 പേർ ചേർന്നാണ്, 10 പേരാണ്, 10 പേർ ചേർന്നാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത്. ഈ 10 പേരും ഈ 60-കാരിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ട വ്യക്തികളാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ പിടിയിലാകുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് കാര്യങ്ങളിലേക്ക് എത്തുന്നത്. ഇരകളായ 6 പെണ്ണുങ്ങൾ ഒത്തുചേർന്നും 60-കാരനായ പീഡകനെ കൊന്നു കത്തിച്ചു. ഒഡീഷയിലെ ഗജപതി ജില്ലയിലെ മോഹന ഗ്രാമത്തിലാണ് സംഭവം. വലിയ രൂപത്തിലാണ് അവിടെ വാർത്തയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ, പക്ഷേ ഇതിലൊരു കൗതുകമുള്ളത് കൊണ്ട് തന്നെ കേരള കൗമുദി 1-ാം പേജിൽ വലിയ വാർത്തയെ നൽകിയിട്ടുണ്ട്. മാതൃഭൂമി 1-ാം പേജിൽ സിംഗിൾ കോളം വാർത്തയെ നൽകിയിട്ടുണ്ട്. മറ്റ് പത്രങ്ങൾ, നമ്മുടെ പത്രങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയിട്ടില്ല എന്ന് വേണം കാണാൻ. മറ്റൊന്ന് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടാണ്. തൊഴിലുറപ്പ് പദ്ധതി നമുക്കറിയാം കേരളത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്നെ ഗ്രാമീണ മേഖലയിലെ നട്ടെല്ലാണ്. ആ ഗ്രാമീണ മേഖലയിലെ നട്ടെല്ലായ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പിടി നമുക്കറിയാം. ആശമാരുടെ സമരത്തിൽ കേന്ദ്രം കൊടുക്കാത്ത ഫണ്ടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായും ന്യൂസ് മലയാളത്തിൻ്റെ RDXൽ ഈ വിഷയം വല്ലാതെ ചർച്ച ചെയ്തതാണ്. ഇനി അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് പോയാൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ അത് വരിഞ്ഞു മുറുക്കുകയാണ് കേന്ദ്രം. തൊഴിൽ ദിനങ്ങൾ കുറയും, ഫണ്ട് ചെലവഴിക്കുന്നതിൽ നിയന്ത്രണം. അതായത് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഫണ്ട് കൊടുക്കുന്നതിൽ നിയന്ത്രണം വരികയാണ്. അത് സുപ്രഭാതം മാത്രമല്ല, ദീപികയാണ് ഒരുപക്ഷെ 1-ാം പേജിൽ അത് വലിയ വാർത്തയെ നൽകിയിട്ടുള്ളത്. തൊഴിലുറപ്പ് പദ്ധതി ചിലവാക്കൽ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്രമെന്നാണ് ദീപികയുടെ 1-ാം പേജിലെ വലിയ വാർത്തകൾ ഒന്നായി തന്നെ നൽകുന്നുണ്ട്. സുപ്രഭാതവും 1-ാം പേജിൽ വലിയ വാർത്തയെ നൽകുന്നുണ്ട്. തൊഴിലുറപ്പ് ഫണ്ടിൽ നിയന്ത്രണവുമായി കേന്ദ്രമെന്ന് സിറാജും 1-ാം പേജിൽ വലിയ വാർത്തയെ നൽകുന്നുണ്ട്. ഈ 3 പത്രങ്ങളാണ് 1-ാം പേജിൽ ഈ വാർത്ത വലുതായി നൽകിയിട്ടുള്ളത്. കാരണം കേരളത്തിനടക്കം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഗ്രാമീണ മേഖലയിൽ തൊഴിലാളികൾക്കിടയിൽ, ദൈനംദിന തൊഴിൽ ചെയ്യുന്നവർക്കിടയിൽ വലിയ വേതനം ലഭിക്കുന്ന അവരുടെ ജീവിതമാർഗ്ഗമാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി. അതിൻ്റെ ഫണ്ട് കുറയ്ക്കുന്നത് സ്വാഭാവികമായും നമ്മുടെ ഗ്രാമീണ മേഖലയെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഈ 3 പത്രങ്ങൾ അത് വലുതായിട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട പത്രങ്ങൾ ദേശാഭിമാനിയോ അല്ലെങ്കിൽ മാതൃഭൂമിയോ മനോരമ അടക്കമുള്ള പത്രങ്ങൾ ഇത് 1-ാം പേജിൽ നൽകിയിട്ടില്ല. ദേശാഭിമാനിയും 1-ാം പേജിൽ നൽകിയിട്ടില്ല എന്ന് വേണം കാണാൻ. ഈ സിറാജും
ദീപികയും സുപ്രഭാതവുമാണ് ഈ വാർത്ത ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത് എന്നുകൂടി കാണാം. മറ്റൊന്ന് ഇനി മാതൃഭൂമി ഇന്ന് 2 പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്നാം പേജിലും ഉൾപേജിലും നൽകിയിട്ടുണ്ട്. ഞാൻ വേഗം പറഞ്ഞു പോകാം. സർക്കാർ ജീവനക്കാരെ കുറിച്ചാണ്. സർക്കാർ ജീവനക്കാർ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷന് പകരമായി ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ആ പദ്ധതി ഉറപ്പായ പെൻഷൻ, അഷ്വേർഡ് പെൻഷൻ എന്നുള്ളതാണ്. ആ ഉറപ്പായ പെൻഷൻ ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഉറപ്പാക്കാൻ സർക്കാരിന് അത് ഉറപ്പാക്കി കഴിയുള്ളൂ. കാരണം സർക്കാരിൻ്റെ വലിയ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ആ പുതിയ പെൻഷൻ പദ്ധതി ഏത് വിധേനയും നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അത് വലിയ ആശ്വാസകരമാണ്. സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് അവർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. അതിന് സർക്കാർ ഒരുക്കം തുടങ്ങി എന്നുള്ള വാർത്തയാണ് മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത്. അതൊരു പക്ഷേ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള കാര്യമാണ്. ഒരുക്കം തുടങ്ങി ഉറപ്പായ പെൻഷൻ എന്നാണ് മാതൃഭൂമിയുടെ തലക്കെട്ട് കൂടി കാണേണ്ടതാണ്. മറ്റൊന്ന് 9-ാം പേജിൽ മാതൃഭൂമി മറ്റൊരു വാർത്ത നൽകിയിട്ടുള്ളത് ഒരുപക്ഷെ നമ്മുടെ നേരത്തെ ഈ തൊഴിലുറപ്പ് പദ്ധതി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ കർഷകർക്ക് അവർക്കൊരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം എത്ര രൂപ അവരുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ എല്ലാ മാസം ശമ്പളം കിട്ടുന്നവരെ പോലെ അല്ലല്ലോ കർഷകരെ സംബന്ധിച്ച്. അവർക്ക് കൊടുക്കുന്ന വിളകൾക്കനുസരിച്ചാണ് വേതനം കിട്ടുന്നത്. എത്രയാണ് അവരുടെ വേതനം, അവർ ഒരു മാസം എത്ര സമ്പാദിക്കുന്നുണ്ട് എന്നുള്ള കണക്ക് വന്നിട്ടുണ്ട്. കർഷക കുടുംബങ്ങൾക്ക് കൃഷിയിൽ നിന്ന് ലഭിക്കുന്നത് വെറും 8,469 രൂപയാണ്. അത് മറ്റ് സ്രോതസ്സുകൾ കൂടി ചേർത്താൽ ഏതാണ്ട് 28,900, അതായത് 30,000 രൂപയിൽ താഴെ ഒരു കർഷക കുടുംബത്തിന് ഒരു മാസം ലഭിക്കുന്നത്, കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം 30,000 രൂപയിൽ താഴെയാണെന്നുള്ള കണക്ക് മാതൃഭൂമി വളരെ വലുതായി ആ വാർത്ത നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ വാർത്തയാണത്. മാതൃഭൂമി 9-ാം പേജിൽ വലിയ വാർത്ത നൽകുന്നു. കേരളത്തിലെ ഗ്രാമീണ മേഖലയിലെ കർഷകരുടെ കടത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഈ വാർത്ത ഒരുപക്ഷെ 1-ാം പേജിൽ നൽകേണ്ട വലിയ വാർത്തയായിരുന്നു എന്ന് വേണം കാണാൻ. 30,000 രൂപ കൊണ്ട് ഒരു കുടുംബം എങ്ങനെ കഴിഞ്ഞു പോകുമെന്ന് ചിന്തിക്കുന്നത് അങ്ങനെ വേണം ചിന്തിക്കാൻ. മറ്റൊന്ന് മാതൃഭൂമിയിൽ മനോരമ 1-ാം പേജിൽ നൽകിയിട്ടുള്ള മറ്റൊരു വാർത്ത. ഈ ഡിസ്റ്റിലറി സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ ഡിസ്റ്റിലറി വരുന്നത് ചർച്ചയായതാണ്. ബ്രൂവറിയും ചർച്ചയായതാണ്. ബ്രൂവറിക്കും നികുതി ഇളവ് നൽകാൻ സർക്കാർ ആലോചിക്കുന്നു. ഒരുപക്ഷെ ഡിസ്റ്റിലറി മാതൃകയിൽ ബ്രൂവറിക്കും നികുതി ഇളവ് നൽകുമ്പോൾ കൂടുതൽ ബ്രൂവറികൾ സംസ്ഥാനത്തേക്ക് വരും എന്ന് വേണം കാണാൻ. 2.5 വർഷം മുമ്പ് ഡിസ്റ്റിലറികൾക്ക് വിറ്റുവരവ് നികുതി ഒഴിവാക്കിയിരുന്നു. ആ വിറ്റുവരവ് നികുതി ഒഴിവാക്കിയിരുന്നു. അതുപോലെ തന്നെ ബ്രൂവറിക്കും നികുതി ഇളവ് വരുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലേക്ക് കൂടുതൽ ബ്രൂവറികൾ വരാൻ സാധ്യതയുണ്ട് എന്ന വാർത്ത മനോരമ 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ഈ ഞാനിപ്പോൾ പറഞ്ഞ പല വാർത്തകളും ഓരോ പത്രങ്ങൾ എടുത്തു പറഞ്ഞത് ആ പത്രങ്ങളിൽ മാത്രമേ ഉള്ളൂ. ബ്രൂവറി മനോരമയിൽ മാത്രമേ ഉള്ളൂ. കർഷകരുടെ വരുമാനത്തെക്കുറിച്ചുള്ളത് മാതൃഭൂമിയിൽ മാത്രമേ ഉള്ളൂ. തൊഴിലുറപ്പിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് മറ്റ് പല പത്രങ്ങൾക്ക് നഷ്ടമായ വാർത്തകൾ അല്ലെങ്കിൽ അവർ കൊടുക്കാതിരിക്കുന്ന വാർത്തകളാണ് നമ്മൾ ഈ പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നത്. മറ്റൊന്ന് കുംഭമേളയിലെ മരണമാണ്. കുംഭമേളയിലെ മരണത്തെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ഏതാണ്ടൊരു 6 മാസത്തിനിടയിൽ പല രൂപത്തിൽ ചർച്ച ചെയ്തു പോയതാണ്. അത് BBC വാർത്ത നൽകിയിരുന്നു. കുംഭമേളയിലെ മരണക്കണക്ക്, ആ മരണക്കണക്ക് എന്താണെന്നുള്ളത്, BBC പുറത്തുവിട്ട കണക്ക് എന്താണെന്നുള്ളത് ഇന്ന് ഒരുപക്ഷെ ചന്ദ്രികയുടെ സാധാരണഗതിയിൽ ചന്ദ്രിക നമ്മളങ്ങനെ എടുത്തു പോകുന്നതല്ല, ചന്ദ്രികയുടെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അത് മറ്റ് പത്രങ്ങൾക്കൊന്നും ആ വാർത്ത കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ദേശാഭിമാനി നൽകിയിട്ടുണ്ട് വാർത്ത 7-ാം പേജിൽ. ദേശാഭിമാനിയെക്കുറിച്ച് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ചന്ദ്രികയുടെ 1-ാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തയാണ് കുംഭമേള ദുരന്തം BJP വെട്ടിലായിരിക്കുന്നു. മൂടിവെച്ച മരണക്കണക്ക് പുറത്തുവിട്ട് BBC 82 പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളതായിട്ടാണ് BBCയുടെ വാർത്തയായി പറയുന്നത്. എന്തായാലും സർക്കാരിൻ്റെ കണക്കുകൾ തെറ്റിപ്പോയി എന്നുള്ളതും BJP വെട്ടിലായി എന്നുള്ളതും ആവർത്തിച്ച് പറയാൻ ചന്ദ്രിക ശ്രമിക്കുന്നുണ്ട്. ഇത് ദേശാഭിമാനി ഈ വാർത്ത 1-ാം പേജിൽ ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ഈ വാർത്തകളെല്ലാം ഓരോരോ പത്രങ്ങൾ അവർക്ക് മാത്രം ലഭിച്ച വാർത്തകൾ അല്ലെങ്കിൽ മറ്റു പത്രങ്ങൾ നൽകാതിരുന്ന വാർത്തകൾ എന്നുകൂടി ആവർത്തിക്കുകയാണ്. ഈ എല്ലാ പത്രങ്ങളും എല്ലാ വാർത്തയും നൽകുമ്പോഴും ചില വാർത്തകൾ നൽകാതിരിക്കാൻ ചില പത്രങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയാനാണ് ഇത്രയും വാർത്തകൾ സെലക്ട് ചെയ്ത് പറയാൻ ശ്രമിച്ചത്. സേതു. ഓക്കെ ശ്രീജിത്ത്, അപ്പോൾ നമുക്കിനി നാളെ വീണ്ടും പ്രസ് സ്റ്റോപ്പിൽ കണ്ടുമുട്ടാം. ഓക്കെ.